നിങ്ങളുടെ സ്വന്തം വൈഗ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങൾ, ചൈൽഡ് റൈറ്റ്സ്. ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? 1989 നവംബർ 20 കുട്ടികളുടെ അവകാശ ഉടമ്പടി ആദ്യമായി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. 1992 ഡിസംബർ 11 ഭാരതം ഈ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ കരാറിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ 0 മുതൽ 18 വരെയാണ്. ഇതിൽ കുട്ടികളുടെ അവകാശങ്ങൾ 4ആയി തിരിച്ചിട്ടുണ്ട്. റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെന്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. ഈ 4 അവകാശങ്ങളാണ് പ്രധാനമായി ഈ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അവകാശം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹെൽത്തും പോഷകാഹാരവും. ഓരോ കുട്ടിക്കും നെയിമും നാഷണാലിറ്റിയും അത്യന്താപേക്ഷിതമാണ്. ഓരോ കുട്ടിയുടെയും ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് 1000 ഡേയ്സ്, 1000 ദിവസങ്ങൾ. അതെന്താന്ന് വെച്ചാ അമ്മയുടെ വയറ്റിലുള്ള 9 മന്ത്സും കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ കഴിയുന്നോളം വരെയുള്ള ഡേയ്സ് ആണ് 1000 ഡേയ്സ്. ആ ദിവസങ്ങളിൽ കുട്ടിക്ക് കിട്ടുന്ന സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ, പോഷകാഹാരം, മുലപ്പാൽ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇവയൊക്കെ തന്നെയാണ് കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും ഭാവിയിൽ നല്ല രീതിയിൽ വളരുവാനും സമൂഹത്തിൽ നല്ലവരായി മാറുന്നതിനും ഏറിയ പങ്കും 1000 ഡേയ്സ് കെയറിംഗ് ആണ്. രണ്ടാമതായി റൈറ്റ് ടു പ്രൊട്ടക്ഷൻ. നമ്മുടെ രാജ്യത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വർദ്ധിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നതാണ് കുട്ടികളുടെ സംരക്ഷണം. കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് ഗുഡ് ടച്ചും ബാഡ് ടച്ചുമാണ്. ചൂഷണങ്ങൾ ഉണ്ടാവുന്ന കുട്ടികൾ ചൈൽഡ് ലൈനിനെ വിവരമറിയിക്കണം. പിന്നെ റൈറ്റ് ടു ഡെവലപ്മെന്റ്. ഇതിൽ പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് കളിക്കുവാനും റെസ്റ്റ് ചെയ്യാനും ഉള്ള അവകാശം കൊടുക്കുക. ഇതൊക്കെയാണ് റൈറ്റ്സ് ടു ഡെവലപ്മെന്റിൽ പറയുന്നത്. റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. ഇതിൽ പറയുന്നത് കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനമെടുക്കുമ്പോൾ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. വയസ്സിന് അനുയോജ്യമായ അറിവ് ലഭിക്കാൻ കുട്ടികൾക്ക് അവകാശം കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ. നന്ദി, നമസ്കാരം.